ആമസോൺ എഫിലിയേറ്റ് ലിങ്കിൻ്റെ സ്ട്രൈപ്പ് നമുക്ക് മൊബൈലിൽ എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ മൊബൈൽ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷനിലെ ആമസോൺ ആപ്പ് തുറക്കരുത്. നമ്മൾ ഡയറക്റ്റ് ഗൂഗിളിൽ പോവുക. ക്രോമിലും തുറക്കരുത്. ക്രോമിൽ തുറക്കുമ്പോഴും നമുക്ക് ഈ ആപ്പ് തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ക്രോമിൽ തുറക്കരുത്. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആമസോൺ ഇന്ത്യ. അപ്പം നമുക്ക് വരുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ വെബ്സൈറ്റ്, അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അത് ആപ്പാണെങ്കിൽ നിങ്ങൾ അതിൽ പോകരുത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് തന്നെ ആവശ്യമുണ്ട്. വെബ്സൈറ്റിൽ കൂടി ഇത് മാത്രമേ നിങ്ങൾക്ക് ഈ സ്ട്രൈപ്പ് എടുക്കാൻ പറ്റൂ, അത് ഓർക്കുക. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആമസോൺ വെബ്സൈറ്റാണ് വന്നതെങ്കിൽ ഓക്കെ, ആപ്പാണ് വന്നെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കാണുന്ന ആ സൈറ്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം നോക്കൂ, അപ്പോൾ ഇതാണ് എനിക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഒരു റൈറ്റ് സൈഡ് കോർണറിൽ മേലെ കണ്ടില്ല, പിന്നെ ഒരു 3 ഡോട്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. കോപ്പി ലിങ്ക്, വ്യൂ കളക്ഷൻ, ഇങ്ങനെ ഒരു പോപ്പപ്പ് മെനു വരുന്നുണ്ടില്ലേ. അതിൽ നിങ്ങൾ കണ്ടോ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 2 3 4 5 6ാമത്തത് ഡെസ്ക്ടോപ്പ് സൈറ്റ് കണ്ടില്ല. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. മതി, ഇത്രേ ചെയ്യാനുള്ളൂ. ഇതോടുകൂടി നമ്മുടെ സ്ട്രൈപ്പ് അവിടെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഇത് ഭയങ്കര ചെറിയൊരു സ്ക്രീനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഞാനത് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്കത് കാണുള്ളൂ. ഓക്കെ, ഇവിടെ ഉണ്ടാവും. അതെ, ഇത് കണ്ടില്ലേ, ഗെറ്റ് ലിങ്ക് ആമസോൺ അസോസിയേറ്റ് സൈറ്റ് സ്ട്രിപ്പ് കണ്ടില്ലേ, ഇതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ്, ഇനിയിപ്പോൾ ഇമേജ് വേണമെങ്കിൽ ഇമേജ്. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് പ്ലസ് ഇമേജ് വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാനൊന്ന് പിന്നെ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണില്ല, കുറച്ച് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിവിടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു ഫോണിൻ്റെ മാത്രമേ ഉള്ളൂ ഇത്. ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതവിടെ നമ്മളെ സ്ട്രൈപ്പ് കിട്ടും. ഓക്കെ, കണ്ടില്ല. അതിപ്പോൾ നിങ്ങൾക്കിപ്പം ഇമേജ് അടക്കം വേണ്ടതാണെങ്കിൽ സൂം ചെയ്ത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് മാത്രം ടെക്സ്റ്റ് ആയിട്ട് വരും, പിന്നെ ഇമേജ് അടക്കം, പിന്നെ ടെക്സ്റ്റും ഇമേജും രണ്ടും വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് ഇമേജ് കൂടി ഉള്ള ഒരു ലിങ്ക് വേണമെങ്കിൽ ഇപ്പം ലിങ്ക് ക്രിയേറ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് രണ്ടും വന്നോളും. ഇപ്പോൾ ഇതുണ്ടല്ലോ, ഇവിടെ ലിങ്ക് വരുന്ന കാണാം. ഇപ്പോൾ ടെക്സ്റ്റ് ഇമേജ് ലിങ്ക് ഞാനൊന്ന് ട്രൈ നോക്കട്ടെ. ടെക്സ്റ്റ് ഇമേജ് ലിങ്ക് എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു കിടക്കുന്നില്ലേ, ഇവിടെ അതാണ്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നോർമലി വെബ്സൈറ്റിനൊക്കെയാണ് അത് ആവശ്യം വരാറ്. അപ്പം നിങ്ങളുടെ കേസിൽ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും ഉപകരിക്കുന്നത് ഇതായിരിക്കും, ഈ ഒരു ടെക്സ്റ്റ്. ഓക്കെ, ഇത് മതി, ഇത് കൊടുത്താൽ മതി. ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് പിന്നെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ വളരെ നല്ലത്. യൂട്യൂബിൽ നിങ്ങളത് പ്രോഡക്റ്റിൻ്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിച്ച സാധനമാണെങ്കിൽ നിങ്ങളതിൻ്റെ റിവ്യൂ, പിന്നെ അൺബോക്സിങ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ പറയുകയും പിന്നെ അതിനൊക്കെയുള്ള നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകാൻ പറഞ്ഞിട്ട് ഈ ഒരു ലിങ്ക് നിങ്ങളവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക ചെയ്യേണ്ടത്. അതേസമയം നിങ്ങൾക്കൊരു വെബ്സൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടെക്സ്റ്റും ഇമേജും തമ്മിലുള്ള ഈ ഒരു ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും HTML സ്ക്രിപ്റ്റാണിത്. കണ്ടില്ലേ, ഇത് നോർമൽ ലിങ്ക് അല്ല. ഇത് നിങ്ങൾക്ക് HTML സ്ക്രിപ്റ്റ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. ഇത് ഡയറക്റ്റ് നമ്മളെ വെബ്സൈറ്റിലേക്കാണ്. നമ്മളെ വെബ്സൈറ്റിൻ്റെ HTML പാട്ടുണ്ടല്ലോ, ബ്ലോഗ് ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും, അവർക്കുള്ളതാണിത്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ വെറും ഒരു സോഷ്യൽ മീഡിയ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ടെക്സ്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ആർക്കും മൊബൈലിൽ എങ്ങനെയാണ് ഈ ഒരു ആമസോൺ അസോസിയേറ്റിൻ്റെ സ്ട്രൈപ്പ് എടുക്കുക എന്നുള്ള സംശയം ഇനി ആർക്കും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇനി നിങ്ങൾക്ക് ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഏതായാലും ഇതിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക, പിന്നെ ഐ ബട്ടണിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അത് ഞാൻ മലയാളത്തിലും നിങ്ങൾക്ക് ഹിന്ദിയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് വെബുണ്ട്, അതിൽ സംശയങ്ങൾ ചോദിച്ചോളൂ. ഇനി അതിൻ്റെ മേലെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും
വീഡിയോ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരുക. ഓക്കെ, താങ്ക് യു.